എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് സാമൂഹ്യശാസ്ത്രം പേപ്പർ കോഡ് 410 അതിലെ അവസാനത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സാമൂഹ്യശാസ്ത്രം സ്കൂൾ അനുഭവ പരിപാടി എന്ന ചാപ്റ്ററുമായിട്ടാണ്. ചെറിയൊരു ചാപ്റ്ററാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു പോവാം. ഇത് കഴിഞ്ഞ് അടുത്ത എടുക്കേണ്ട ചാപ്റ്റർ ഏതാണെന്ന് നിങ്ങൾക്ക് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ അറിയിക്കുക. അതിനനുസരിച്ച് അടുത്ത പേപ്പർ എടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇനിയൊരു പേപ്പർ തുടങ്ങുന്നതായിരിക്കും. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് നോക്കാം. സാമൂഹ്യശാസ്ത്രം സ്കൂൾ അനുഭവ പരിപാടി എന്നാണ് ചാപ്റ്ററിന്റെ പേര്. 4ാം സെമസ്റ്ററിൽ UP വിഭാഗം ക്ലാസുകൾ കേന്ദ്രീകരിച്ചുള്ള സ്കൂൾ അനുഭവ പരിപാടികളാണ് നടക്കേണ്ടത്. 4ാം സെം UPക്ക് വേണ്ടിയിട്ടാണ്. ഇതിനായി 45 പ്രവൃത്തി ദിനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പ്രായോഗിക അനുഭവ പരിപാടികളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. 45 ദിവസമാണ് UPയിൽ ഇന്റേൺഷിപ്പ് നടക്കേണ്ടത്. ഡിസംബർ 1 മുതൽ ഫെബ്രുവരി 15 വരെയുള്ള ദിവസങ്ങളിൽ സമയക്രമം നിശ്ചയിക്കണം. 3ാം സെമസ്റ്ററിൽ ചെയ്ത മുന്നൊരുക്ക പ്രവർത്തനങ്ങളെല്ലാം UP തലം കേന്ദ്രീകരിച്ച് നടക്കണം. അപ്പോൾ ഡിസംബർ 1 മുതൽ ഫെബ്രുവരി 15 വരെയുള്ള ഒരു സമയത്താണ് ഈ ഒരു 45 ദിവസം സെറ്റ് ചെയ്തിട്ടുള്ളത്. 3ാം സെമസ്റ്ററിൽ നമ്മൾ LPയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തോ അത് UP കേന്ദ്രീകൃതമനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു മുന്നൊരുക്കങ്ങൾ UPയുടെ ബേസിൽ ചെയ്യണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. വിദ്യാലയം, അധ്യാപകർ, വിദ്യാർത്ഥികൾ, സമൂഹം എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു സാമൂഹിക പ്രക്രിയയാണ് വിദ്യാലയങ്ങളിൽ നടക്കുന്നത്. വിദ്യാലയം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ഈ ഒരു വിദ്യാലയം, അധ്യാപകർ, വിദ്യാർത്ഥികൾ, സമൂഹവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സാമൂഹികമായിട്ടുള്ള പ്രക്രിയയാണ് നമ്മുടെ വിദ്യാലയങ്ങളിൽ നടക്കുന്നത്. അധ്യാപക വിദ്യാർത്ഥി എന്ന നിലയിൽ നേടിയ ആശയധാരണകളും ബോധനശാസ്ത്രപരമായ കാഴ്ചപ്പാടുകളും പ്രയോഗിച്ചു നോക്കി പ്രായോഗിക അനുഭവങ്ങൾ നേടുകയും ധാരണക്കുറവുകൾ പരിഹരിക്കുകയും ചെയ്യുന്നതിനായി ഒരു സീനിയർ ടീച്ചറുടെ സഹായത്തോടെ യഥാർത്ഥ ക്ലാസ്സിൽ പ്രവർത്തിക്കുന്നതാണ് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത്. ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേടിയിട്ടുള്ള ആശയധാരണകളും അതുപോലെ തന്നെ നമ്മൾ നേടിയിട്ടുള്ള ബോധനശാസ്ത്രപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളും ഒക്കെ പ്രയോഗിച്ചു നോക്കി പ്രായോഗിക അനുഭവങ്ങൾ നേടുകയും ധാരണക്കുറവുകൾ നമ്മൾ പരിഹരിക്കുകയും ചെയ്യുന്നതിനായിട്ട് ഒരു സീനിയർ ടീച്ചറുടെ സഹായത്തോടു കൂടി നമ്മളൊരു യഥാർത്ഥമായിട്ടുള്ള ക്ലാസ്സിൽ പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ ഇന്റേൺഷിപ്പ് എന്ന് പറയുക. ഇതിനാവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും ധാരണകളും നേടുകയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിലൂടെ ലക്ഷ്യമിടുന്നത്. സ്കൂൾ അനുഭവ പരിപാടി DLED പാഠ്യപദ്ധതി അനുസരിച്ച് 1ഉം 2ഉം സെമസ്റ്ററുകളിൽ 5 ദിവസം വീതവും 3ാം സെമസ്റ്ററിൽ 45 ദിവസവും സ്കൂൾ അനുഭവ പരിപാടിയിൽ പങ്കെടുക്കുകയും പ്രായോഗിക അനുഭവം നേടുകയും ചെയ്തല്ലോ. അപ്പൊ നമ്മൾ ഈ ഒരു DLED പാഠ്യപദ്ധതി അനുസരിച്ച് ഇത് 4ാം സെമസ്റ്ററിലെ ചാപ്റ്ററുകളാണ്. അപ്പൊ കഴിഞ്ഞിട്ടുള്ള 3 സെമസ്റ്ററുകളിൽ 1ഉം 2ഉം സെമസ്റ്ററുകളിൽ 5 ദിവസവും 3ാം സെമസ്റ്ററിൽ 45 ദിവസവും നമ്മൾ വിദ്യാലയ അനുഭവ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. 4ാം സെമസ്റ്ററിൽ 45 ദിവസത്തെ സ്കൂൾ അനുഭവ പരിപാടിയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. 45 ദിവസമാണ് 4ാം സെമസ്റ്ററിലെ ഈ ഒരു വിദ്യാലയ അനുഭവ പരിപാടി. UP വിഭാഗം ക്ലാസുകൾ കേന്ദ്രീകരിച്ചുള്ള സ്കൂൾ അനുഭവ പരിപാടികളുടെ ആസൂത്രണവും പ്രയോഗവുമാണ് ഈ ഒരു സെമസ്റ്ററിൽ നടക്കേണ്ടത്. നമ്മുടെ UP വിഭാഗം ക്ലാസുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സ്കൂൾ അനുഭവ പരിപാടികളുടെ ആസൂത്രണവും പ്രയോഗവുമാണ് ഈ ഒരു സെമസ്റ്ററിൽ പ്രധാനമായിട്ടും നടക്കേണ്ടത്. ഇനി വിശകലന ക്ലാസുകളുടെ ക്രമീകരണത്തെക്കുറിച്ചാണ് പറയുന്നത്. മലയാളം തൊട്ട് 8 വിഷയങ്ങളാണ് നമ്മൾ ഈ ഒരു UP വിഭാഗത്തിൽ ICT ഒഴിവാക്കിയിട്ട് ചർച്ച ചെയ്യാറുള്ളത്. അപ്പൊ ഈ എല്ലാ വിഷയങ്ങളും എന്ത് ചെയ്യണം, ടീച്ചർ എഡ്യൂക്കേറ്ററിന്റെ ഒരു ക്ലാസ് കണ്ടിരിക്കണം, വിദഗ്ധ അധ്യാപകരുടെ ഒരു ക്ലാസ് കണ്ടിരിക്കണം, സഹപഠിതാവിന്റെ ഒരു ക്ലാസ് കൂടി നമ്മൾ എന്ത് ചെയ്യണം, കണ്ടിരിക്കണം എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് സെമസ്റ്റർ 4ലെ നമ്മളെ സ്പിരിഡും അതേപോലെ തന്നെ സ്കോർ വിതരണ ക്രമവുമാണ്. ഓരോ വിഷയങ്ങളും എടുക്കേണ്ട പീരീഡുകളുടെ എണ്ണം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഓരോ വിഷയത്തിനുമുള്ള സ്കോറുകളും കൊടുത്തിട്ടുണ്ട്. ആകെ 90 പീരീഡാണ് നമ്മൾ 4ാം സെമസ്റ്ററിൽ എടുക്കേണ്ടത്. സ്കോർ 130 മാർക്കാണ് എന്നുള്ളതും കൂടെ അവിടെ ഓർത്തിരിക്കുക.
ഇനി ഇന്റേൺഷിപ്പിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. വിദ്യാലയത്തിനകത്തും പുറത്തും നടക്കുന്ന പഠനബോധന പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനും അവയുടെ ഫലപ്രാപ്തി വിലയിരുത്തുന്നതിനുമുള്ള ധാരണ നേടുന്നതിന്. അപ്പോൾ ഇന്റേൺഷിപ്പിന്റെ ഒരു പ്രധാന ലക്ഷ്യമാണ് നമ്മളെ വിദ്യാലയത്തിന്റെ അകത്തും പുറത്തും നടക്കുന്ന പഠന ബോധന പ്രവർത്തനങ്ങൾ നമുക്ക് നിരീക്ഷിക്കാനുള്ള അവസരം കിട്ടുക, അവയുടെ ഫലപ്രാപ്തി വിലയിരുത്തുന്നതിനുമുള്ള ധാരണ നേടുകയും കൂടെ ചെയ്യാം. വിദ്യാലയത്തിലെ പിന്തുണാ സംവിധാനങ്ങളെ കുറിച്ച് ധാരണ നേടാൻ നമ്മൾ ഇന്റേൺഷിപ്പിലൂടെ വിചാരിക്കുന്നുണ്ട്. വിദ്യാർത്ഥി, അധ്യാപകർ, രക്ഷിതാവ്, പഠനാന്തരീക്ഷം എന്നീ ഘടകങ്ങളുടെ പഠനബോധന പ്രവർത്തനങ്ങളിലെ പങ്ക് തിരിച്ചറിയുന്നതിന് ഒരു വിദ്യാലയത്തിലെ വിദ്യാർത്ഥി, അധ്യാപകർ, രക്ഷിതാവ്, പഠനാന്തരീക്ഷം എന്നീ ഘടകങ്ങളിലെ പഠനബോധന പ്രവർത്തനങ്ങളുടെ പങ്ക് തിരിച്ചറിയുന്നതിന് നമുക്ക് ഇന്റേൺഷിപ്പ് ഉപയോഗപ്പെടുത്താവുന്നതാണ്. വിദ്യാലയ പ്രവർത്തനങ്ങൾ എന്തെല്ലാമെന്നും അവയുടെ ഏകോപനവും മോണിറ്ററിങ്ങും എങ്ങനെയെന്നും നിരീക്ഷിക്കുന്നതിന്. അപ്പൊ നമ്മൾ പഠിക്കുന്നതുകൊണ്ടാണ് ആ ഒരു വിദ്യാലയത്തിൽ ഏതെല്ലാം പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്നും ആ പ്രവർത്തനങ്ങളുടെ ഏകോപനം എങ്ങനെയാണ് നടക്കുന്നത് എന്നും നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്റേൺഷിപ്പ് ഉപയോഗിക്കാറുണ്ട്. പഠന പ്രശ്നങ്ങൾ കണ്ടെത്തുകയും പരിഹരിക്കുകയും ലഘു ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നതിന് ഇന്റേൺഷിപ്പിൽ പോകുന്നതിലൂടെ നമ്മൾ വിവിധങ്ങളായിട്ടുള്ള കുട്ടികൾ നേരിടുന്ന പഠന പ്രശ്നങ്ങൾ കണ്ടെത്തുകയും അത് പരിഹരിക്കുകയും അതുപോലെ തന്നെ ലഘു ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ ഇന്റേൺഷിപ്പ് ഉപയോഗപ്പെടുത്താറുണ്ട്. പഠനബോധന പ്രക്രിയകൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിനുള്ള പ്രായോഗികാനുഭവം ലഭ്യമാക്കുന്നതിനും ടീച്ചിങ് മാനുവൽ വികസിപ്പിച്ച് പ്രതിഫലനാത്മകമായി വിലയിരുത്തുന്നതിനും ആവശ്യമായിട്ടുള്ള നൈപുണ്യങ്ങൾ ആർജിക്കുന്നതിനും. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പഠനബോധന പ്രക്രിയകൾ ആസൂത്രണം ചെയ്ത് അത് പ്രായോഗികമായി നടപ്പിലാക്കി അങ്ങനെ ഒരു പ്രായോഗികാനുഭവം ലഭ്യമാക്കുന്നതിനും നമ്മുടെ ടീച്ചിങ് മാനുവലൊക്കെ വികസിപ്പിച്ച് പ്രതിഫലനാത്മകമായി വിലയിരുത്തുന്നതിനും ആവശ്യമായിട്ടുള്ള നൈപുണ്യങ്ങൾ ആർജിക്കുന്നതിനും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ ഒരു ഇന്റേൺഷിപ്പ് ഉപയോഗപ്പെടുത്താറുണ്ട്. സ്കൂളിൽ നടക്കുന്ന വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് പ്രായോഗിക ധാരണകൾ മെച്ചപ്പെടുത്തുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം? ഇന്റേൺഷിപ്പ് ഉപയോഗപ്പെടുത്താം. അധ്യാപികയുടെയും പ്രധാനാധ്യാപികയുടെയും റോൾ നിരീക്ഷിക്കുന്നതിനും പഠിതാക്കളുടെ വൈവിധ്യമാർന്ന ആവശ്യങ്ങൾ എങ്ങനെ നിറവേറുന്നു എന്ന് മനസ്സിലാക്കുന്നതിനും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഇന്റേൺഷിപ്പ് ഉപയോഗിക്കാം. ആ ഒരു സ്കൂളിൽ നടക്കുന്ന അധ്യാപിക, പ്രധാനാധ്യാപികരുടെ റോളുകളും പിന്നെ പഠിതാക്കളുടെ വൈവിധ്യമാർന്ന ആവശ്യങ്ങൾ പഠിതാക്കൾക്ക് ഉണ്ടാവും. ഇവ എങ്ങനെ നിറവേറ്റപ്പെടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. പഠനബോധന സാമഗ്രികൾ തയ്യാറാക്കുന്നതിനും പഠന പ്രക്രിയയിൽ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനുമുള്ള വൈദഗ്ധ്യം ആർജിക്കുന്നതിനും. അപ്പൊ നമ്മളെ PLM എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഇന്റേൺഷിപ്പ് സമയത്തും പഠിപ്പിക്കുന്ന സമയത്തും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള പഠനബോധന സാമഗ്രികൾ തയ്യാറാക്കുന്നതിനും ഇവ പഠന പ്രക്രിയയിൽ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനുള്ള വൈദഗ്ധ്യം ആർജിക്കുന്നതിനും നമുക്ക് ഇന്റേൺഷിപ്പ് ഉപയോഗപ്പെടുത്താം. ICT സങ്കേതങ്ങൾ പഠനബോധന പ്രക്രിയയിൽ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനുള്ള വൈദഗ്ധ്യം നേടുന്നതിന് നമുക്ക് ഇന്റേൺഷിപ്പ് ഉപയോഗിക്കാം. എന്തൊക്കെയാണ് ICT പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ICT ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത്? പഠനബോധന പ്രക്രിയയുടെ വിലയിരുത്തൽ, പ്രായോഗിക ധാരണകൾ നേടുന്നത്. പഠനബോധന പ്രക്രിയയിലെ വിലയിരുത്തലിൽ നമുക്ക് പ്രായോഗിക ധാരണകൾ നേടുന്നതിനും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു ഇന്റേൺഷിപ്പ് ഉപയോഗിക്കാം. ഇന്റേൺഷിപ്പിനായുള്ള വിദ്യാലയങ്ങളുടെ തിരഞ്ഞെടുക്കലും അവിടുത്തെ പ്രധാന അധ്യാപകർക്കും മെന്റർമാരായി പ്രവർത്തിക്കുന്ന സീനിയർ അധ്യാപകർക്കുള്ള നിർദ്ദേശങ്ങളും മറ്റും ബന്ധപ്പെട്ട ഡയറ്റുകളും ITEകളും ചേർന്ന് നടത്തുന്നതാണ്. അപ്പൊ നമ്മളെ സ്കൂളുകൾ തിരഞ്ഞെടുക്കുന്നതും ആ സ്കൂളിലുള്ള HMമാർക്കും അതേപോലെ തന്നെ മെന്റർ ടീച്ചർമാർക്കും നിർദ്ദേശങ്ങൾ നൽകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡയറ്റും ITEകളും ചേർന്നാണ് നടത്തുക. വിദ്യാർത്ഥികളുടെ എണ്ണം, മെന്റർമാരുടെ ലഭ്യത, മികച്ച അനുഭവങ്ങൾ അധ്യാപക വിദ്യാർത്ഥികൾക്ക് ലഭിക്കുവാനുള്ള സാധ്യത എന്നിവ പരിഗണിച്ചുകൊണ്ടായിരിക്കണം വിദ്യാലയങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. നമുക്ക് ബാധകമായിട്ടുള്ള കാര്യങ്ങളല്ല. ഡയറ്റും ITEകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. വിദ്യാലയത്തിൽ നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങൾ എന്തെല്ലാം എന്ന് നമുക്കൊന്ന് നോക്കാം. ക്ലാസ്സുകൾ നിരീക്ഷിക്കണം. അതുകൂടാതെ ഈ ഒരു മെന്റർ ടീച്ചറെ സഹായിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. മെന്ററുടെ സഹായിയായി പ്രവർത്തിക്കൽ. പഠനോപകരണങ്ങൾ നമ്മൾ വികസിപ്പിക്കണം. യൂണിറ്റ് ആസൂത്രണം, ദൈനംദിന ആസൂത്രണം തുടങ്ങിയവ തയ്യാറാക്കണം.
നമ്മൾ അധ്യാപനം എന്നുള്ള ഒരു പ്രോസസ്സ് നിർവഹിക്കണം, പഠനം വിലയിരുത്തണം, വിവിധ രേഖകൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഇന്റേൺഷിപ്പിന്റെ ഭാഗമായി തയ്യാറാക്കണം. വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പങ്കാളിയാവണം. ഇപ്രകാരം ഒരു സ്കൂളിൽ നടക്കുന്ന എല്ലാത്തരം പ്രവർത്തനങ്ങളും പരിചയപ്പെടുന്നതിനും തൃപ്തികരമായി മനസ്സിലാക്കാനുമുള്ള സഹായങ്ങളും പിന്തുണയും മെന്ററിങ്ങിലൂടെ വിദ്യാലയത്തിൽ നിന്നും ലഭ്യമാവണം. അപ്പൊ നമുക്ക് ഇപ്രകാരം ഒരു സ്കൂളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും പരിചയപ്പെടാനും അത് തൃപ്തികരമായി മനസ്സിലാക്കാനുള്ള സഹായവും പിന്തുണയും നമുക്ക് എന്ത് ചെയ്യണം, മെന്ററിങ്ങിലൂടെ വിദ്യാലയത്തിൽ നിന്നും ലഭ്യമാവണം. ഇനി നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിനുള്ള തയ്യാറെടുപ്പുകളെ കുറിച്ചാണ് പറയുന്നത്. പ്രാക്ടീസ് ടീച്ചിങ്ങിനുള്ള 45 ദിവസങ്ങളിൽ ആദ്യത്തെ 5 ദിവസം ക്ലാസ് നിരീക്ഷണം, വിശകലന ക്ലാസ്, അധ്യാപകരെയും കുട്ടികളെയും പരിചയപ്പെടൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കണം. അപ്പൊ നമ്മുടെ ഈ ഒരു ടീച്ചിങ് പ്രാക്ടീസിനുള്ള 45 ദിവസത്തില് ആദ്യത്തെ 5 ദിവസം നമ്മൾ ക്ലാസ് ഒബ്സർവ് ചെയ്യാനും വിശകലന ക്ലാസ്സുകൾ കാണാനും അധ്യാപകരെയും കുട്ടികളെയും പരിചയപ്പെടാനൊക്കെ വേണ്ടി ഉപയോഗിക്കണം. ബാക്കി 40 ദിവസങ്ങളിൽ ടീച്ചിങ് പ്രാക്ടീസ് ആയിരിക്കണം നടക്കേണ്ടത്. ഇവിടെ ലാബ്, ലൈബ്രറികൾ നമ്മൾ എന്ത് ചെയ്യണം, പരിചയപ്പെടണം. ഉച്ചഭക്ഷണ പരിപാടിക്ക് അധ്യാപക വിദ്യാർത്ഥികൾ നേതൃത്വം നൽകണം. അസംബ്ലിക്ക് അധ്യാപക വിദ്യാർത്ഥികൾ നേതൃത്വം നൽകണം. മെന്റർ ടീച്ചറെ സഹായിക്കണം. സർവേ പ്രവർത്തനങ്ങൾ, ക്രിയാഗവേഷണം എന്നിവ ചെയ്യണം. ക്ലാസ് PTA യോഗങ്ങളിൽ ഇവർക്ക് പങ്കെടുക്കണം. SRG സബ്ജക്ട് കൗൺസിൽ ക്ലബ്ബ് പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കണം. ഗൈഡൻസും കൗൺസിലിങ്ങും നൽകാനുള്ള ഒരു പ്രായോഗികമായിട്ടുള്ള ശേഷിയും ഇവരെന്ത് ചെയ്യണം, നേടിയിരിക്കണം. തുടങ്ങിയ വിദ്യാലയ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്ത് അനുഭവങ്ങൾ ആർജിക്കണം. ഒരു ദിവസം 2-3 ക്ലാസ്സുകൾ ലഭിക്കത്തക്ക വിധം ടൈം ടേബിൾ മുൻകൂട്ടി തയ്യാറാക്കി സൂക്ഷിക്കണം. അപ്പൊ ഒരു ദിവസത്തില് നമുക്കൊരു 2-3 ക്ലാസ് എങ്കിലും ലഭിക്കത്തക്ക വിധത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ടൈം ടേബിൾ തയ്യാറാക്കിക്കൊണ്ട് സൂക്ഷിക്കണം. ക്ലാസ് എടുക്കുന്ന പീരീഡുകൾ ഒഴികെയുള്ള സമയം പ്രാക്ടീസ് ടീച്ചറുടെയും സഹപാഠികളെയും ക്ലാസ്സുകൾ നിരീക്ഷിക്കുന്നതിനും വിദ്യാലയത്തിലെ മറ്റു പ്രവർത്തനങ്ങൾക്കും വിനിയോഗിക്കാം. അപ്പൊ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയം ഒഴിച്ച് ബാക്കിയുള്ള സമയം നമുക്ക് പ്രാക്ടീസ് ടീച്ചറുടെയും സഹപഠിതാക്കളെയും ക്ലാസ്സുകൾ നിരീക്ഷിക്കുന്നതിനും വിദ്യാലയത്തിലെ മറ്റു പ്രവർത്തനങ്ങൾക്കും വിനിയോഗിക്കാം. ക്ലാസ്സുകൾ കഴിയുന്നത്രയും ICT സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ക്ലാസ്സുകൾ എടുക്കാൻ എന്നുള്ളതും കൂടെ അവിടെ നമ്മൾ അറിഞ്ഞു വെക്കുക. ഓരോ ദിവസത്തെയും അനുഭവങ്ങൾ അധ്യാപക വിദ്യാർത്ഥികൾ കൂടിയിരുന്ന് വിലയിരുത്തുകയും വിശദാംശങ്ങൾ മിനിറ്റ്സിൽ എഴുതി സൂക്ഷിക്കുകയും വേണം. ഈ കൂടിയിരിപ്പ് SRGയുടെ പ്രായോഗിക പരിശീലനമാണ്. അപ്പോൾ ഓരോ ദിവസത്തെയും നമ്മുടെ ഈ ഒരു പഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എല്ലാ ദിവസവും കൂടിയിരുന്ന് കാര്യങ്ങൾ വിശകലനം ചെയ്ത് ചർച്ച ചെയ്യുകയും ഇത് മിനിറ്റ്സിൽ എഴുതിയിട്ട് നമ്മൾ സൂക്ഷിക്കുകയും വേണം. ഈ കൂടിയിരിപ്പ് നമ്മുടെ SRGയുടെ പ്രായോഗിക പരിശീലനമാണ് എന്നുള്ളത് അവിടെ നിങ്ങൾ അറിയുക കൂടി വേണം. ക്ലാസുകൾ ശരിയായ രീതിയിൽ ആസൂത്രണം ചെയ്ത് ടീച്ചിങ് മാനുവൽ തയ്യാറാക്കിയാണ് എടുക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. മെന്റർ ടീച്ചറുടെ സഹായം പൂർണ്ണമായിട്ടും സ്വീകരിക്കണം. അപ്പൊ നമ്മൾ ക്ലാസ്സുകൾ എന്ത് ചെയ്യണം, ശരിയായ രീതിയിൽ ആസൂത്രണം ചെയ്ത് ടീച്ചിങ് മാനുവൽ തയ്യാറാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ക്ലാസ് എടുക്കാൻ പാടുള്ളൂ. മെന്റർ ടീച്ചറുടെ സഹായം നമ്മൾ എന്ത് ചെയ്യണം, പൂർണ്ണമായിട്ട് സ്വീകരിക്കുക കൂടി വേണം. അസംബ്ലി, ദിനാചരണങ്ങൾ, രേഖകൾ തയ്യാറാക്കൽ തുടങ്ങിയ പ്രായോഗിക പരിശീലനം ലഭ്യമാകുന്ന എല്ലാ മേഖലകളും നമ്മൾ എന്ത് ചെയ്യണം, പരിചയപ്പെടുക കൂടി വേണം. ഇതിനായി മെന്റർ ടീച്ചറുടെയും ടീച്ചർ എഡ്യൂക്കേറ്റർമാരുടെയും പ്രിൻസിപ്പാളിന്റെയും നിർദ്ദേശങ്ങൾ പാലിക്കുകയും അക്കാദമിക സഹായം ഉറപ്പുവരുത്തുകയും ചെയ്യണം. ശനിയാഴ്ചകളിലും വിദ്യാലയ പ്രവൃത്തി ദിവസമല്ലാത്ത ദിവസങ്ങളിലും ITEകളിൽ കൂടിയിരുന്ന് ടീച്ചിങ് പ്രാക്ടീസ് വേളയിലെ പ്രശ്നങ്ങൾ, മികവുകൾ, പോരായ്മകൾ തുടങ്ങിയവ ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്തണം. അപ്പോൾ വിദ്യാലയത്തിൽ ഒരു ദിവസം പ്രവർത്തനമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ITEകളിൽ പോയിട്ട് ആ ITEകളിൽ കൂടിയിരുന്ന് നമ്മുടെ ടീച്ചിങ് പ്രാക്ടീസ് വേളയിലെ പ്രശ്നങ്ങൾ, മികവുകൾ, പോരായ്മകൾ എന്നിവയൊക്കെ ചർച്ച ചെയ്ത് അതിന് പറ്റുന്ന പരിഹാര മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തണം. വിശകലന ക്ലാസ്സുകളെ കുറിച്ചാണ് അടുത്ത ഭാഗം. ടീച്ചർ എഡ്യൂക്കേറ്റർ, വിദഗ്ധ അധ്യാപിക, സഹപഠിതാവ് എന്നിവരുടെ ഓരോന്നു വീതം ക്ലാസ്സുകൾ നിരീക്ഷിച്ച് വിശകലനം ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ടീച്ചർ എഡ്യൂക്കേറ്ററുടെ ക്ലാസ് കാണണം, വിദഗ്ധ അധ്യാപികയുടെ ക്ലാസ് കാണണം, സഹപഠിതാവിന്റെ ക്ലാസ് കാണണം. വിശകലനത്തിനായി അനുബന്ധത്തിൽ നൽകിയ ഫോർമാറ്റ് ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. അപ്പൊ വിശകലനത്തിനായിട്ട് അനുബന്ധത്തിൽ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കണം.
നിരീക്ഷണ വേളയിൽ സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുകയും നിരീക്ഷണം പൂർത്തിയാക്കിയ ശേഷം ഫോർമാറ്റിലേക്ക് എഴുതി തയ്യാറാക്കുകയും ചെയ്യുന്നതാണ് അഭികാമ്യം. ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് ചെറുതായിട്ടൊരു രേഖ ഉണ്ടാക്കി വെക്കുക, പിന്നെ എന്താണ് അത് ഈ കൃത്യമായിട്ടുള്ള നിരീക്ഷണ ഫോർമാറ്റിലേക്ക് മാറ്റുക എന്ന് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. സൂക്ഷ്മമായി വിലയിരുത്തി വിശകലനം ചെയ്ത് മികവുകളും പോരായ്മകളും അവതരിപ്പിക്കുകയും മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങളും ചർച്ച ചെയ്യേണ്ടതാണ്. അപ്പൊ നമ്മളിത് സൂക്ഷ്മമായിട്ട് ക്ലാസ്സുകൾ വിലയിരുത്തിക്കൊണ്ട് മികവുകളും പോരായ്മകളും നമ്മൾ അവതരിപ്പിക്കുകയും അതേപോലെ തന്നെ മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുക കൂടി ചെയ്യേണ്ടതാണ്. ഒരു ക്ലാസ് എങ്ങനെ നിർവഹിക്കും എന്ന ധാരണ നേടുകയാണ് വിശകലന ക്ലാസിന്റെ ലക്ഷ്യം. ഒരു ക്ലാസ് എങ്ങനെ നിർവഹിക്കുമെന്ന ധാരണ നേടുകയാണ് നമ്മൾ ഈ വിശകലന ക്ലാസ് വിശകലനം ചെയ്യുന്നതിലൂടെയുള്ള ലക്ഷ്യം. ഇനി ടീച്ചിങ് മാനുവൽ വികസിപ്പിക്കൽ, യഥാർത്ഥ ക്ലാസുകൾ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. യൂണിറ്റ് ആസൂത്രണവും ദൈനംദിന ആസൂത്രണവും രേഖപ്പെടുത്തുന്നതിനുള്ള രേഖയാണ് ടീച്ചിങ് മാനുവൽ. നമ്മുടെ യൂണിറ്റ് ആസൂത്രണം അതേപോലെ തന്നെ ദൈനംദിന ആസൂത്രണം തുടങ്ങിയവ രേഖപ്പെടുത്തുന്നതിനുള്ള രേഖയായിട്ട് നമുക്ക് ടീച്ചിങ് മാനുവലിനെ പരിഗണിക്കാം. ടൈം ടേബിൾ അനുസരിച്ച് ഒരു ദിവസം 2, 3 എന്ന ക്രമത്തിൽ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കിയാണ് ക്ലാസ് നിർവഹിക്കേണ്ടത്. അപ്പോൾ ടൈം ടേബിൾ പ്രകാരം നമ്മൾ ഒരു ദിവസം 2, 3 എന്ന ക്രമത്തിൽ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കിയിട്ടാണ് ക്ലാസ്സുകൾ എടുക്കേണ്ടത്. ഓരോ ക്ലാസ്സിനും ആവശ്യമായിട്ടുള്ള പഠന സാമഗ്രികൾ നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നതും ICT സഹായത്തോടെ ക്ലാസ്സുകൾ നമ്മൾ നിർവഹിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. സാമൂഹ്യശാസ്ത്ര പഠനത്തിൽ 5, 6, 7 ക്ലാസ്സുകളിലായി 15 ക്ലാസ്സുകളാണ് നിർവഹിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഈ ഒരു സാമൂഹ്യശാസ്ത്ര പഠനത്തിൽ 5, 6, 7 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ 15 ക്ലാസ്സുകൾ എടുക്കണം. ഓരോ പീരീഡിനും പഠന നേട്ടത്തിനനുസരിച്ച് ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുന്നതാണ് പരിഗണിക്കേണ്ടത്. അപ്പോൾ ഓരോ പീരീഡിനും ഒരു പഠന നേട്ടത്തിനനുസരിച്ച് നമ്മൾ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുന്നതാവും നല്ലത്. എന്നാൽ സാമൂഹ്യ ശാസ്ത്രത്തിൽ ഒരു പഠന നേട്ടത്തിന് ഒന്നിലധികം പീരീഡുകൾ ചിലപ്പോൾ ആവശ്യമായി വന്നേക്കാം. നമ്മൾ സോഷ്യൽ സയൻസ് കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഒരു പഠന നേട്ടത്തിന് തന്നെ ഒന്നിലധികം പീരീഡുകൾ എന്ത് ചെയ്യാം, ആവശ്യമായിട്ട് വന്നേക്കാം. ഇവിടെ ഓരോ പീരീഡിനും തീയതി വെച്ച് പ്രവർത്തനങ്ങൾ തുടർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലാസ്സിനൊപ്പവും ക്ലാസ്സിന് ശേഷവും വിലയിരുത്തൽ പേജിലുള്ള കുറിപ്പുകൾ, പ്രതിഫലനാത്മക കുറിപ്പുകൾ എഴുതുകയും കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസത്തെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും വേണം. അപ്പൊ നമുക്ക് ക്ലാസ്സിനൊപ്പവും അതുകൂടാതെ തന്നെ ക്ലാസ്സിന് ശേഷവും നമുക്ക് വിലയിരുത്തൽ പേജിലേക്കുള്ള കുറിപ്പുകൾ അതേപോലെ തന്നെ പ്രതിഫലനാത്മക കുറിപ്പുകൾ എഴുതുകയും കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസത്തെ പ്രവർത്തനങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്യുകയും വേണം. സാമൂഹ്യശാസ്ത്രം ടീച്ചിങ് മാനുവലിന്റെ മാതൃക ഒന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പഠന നേട്ടം ആർജിക്കൽ, പഠന പ്രക്രിയയുടെ വിലയിരുത്തൽ, നൽകിയ സഹായം, തുടർ ആസൂത്രണം തുടങ്ങിയവ പ്രതിഫലനാത്മക കുറിപ്പിൽ പരിഗണിക്കണം. അപ്പൊ നമ്മുടെ ഈ ഒരു പ്രതിഫലനാത്മകത്തിൽ പഠന നേട്ടം ആർജിക്കൽ, പഠന പ്രക്രിയയുടെ വിലയിരുത്തൽ, നൽകിയിട്ടുള്ള സഹായം, തുടർ ആസൂത്രണം തുടങ്ങിയവയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പ്രതിഫലനാത്മക കുറിപ്പിൽ പരിഗണിക്കണം. ഇനി പഠനോപകരണങ്ങളുടെയും സ്രോതസ്സുകളെയും കുറിച്ചാണ് പറയുന്നത്. ഓരോ ക്ലാസ്സിനും ആവശ്യമായ പഠനോപകരണങ്ങൾ ക്ലാസ്സുകളുടെ നിർവഹണത്തിന് മുമ്പ് ഉറപ്പുവരുത്തണം. അപ്പൊ നമ്മുടെ ഓരോ ക്ലാസ്സിലും ആവശ്യമായിട്ടുള്ള പഠനോപകരണങ്ങൾ നമ്മൾ ക്ലാസ്സുകളുടെ നിർവഹണത്തിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഉറപ്പുവരുത്തണം. സാമൂഹ്യശാസ്ത്ര പഠനോപകരണങ്ങൾ ചർച്ച ചെയ്തത് ഓർക്കുമല്ലോ. സാമൂഹ്യശാസ്ത്ര പഠനോപകരണങ്ങൾ നമ്മൾ നേരത്തെ തന്നെ ഈ ഒരു ഭാഗത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. ആവശ്യമായവ തയ്യാറാക്കേണ്ടി വരാം. ചിലത് വിഭവ സ്രോതസ്സുകളിൽ നിന്നും ശേഖരിക്കേണ്ടി വരാം. ചിലത് എന്ത് ചെയ്യാം, നമ്മൾ തയ്യാറാക്കേണ്ടി വന്നേക്കാം. ചിലത് നമുക്ക് ഈ ഒരു സ്രോതസ്സുകളിൽ നിന്നും ശേഖരിക്കേണ്ടി വന്നേക്കാം. സാമൂഹ്യശാസ്ത്ര ലാബ്, കമ്പ്യൂട്ടർ ലാബ് തുടങ്ങിയവ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ആസൂത്രണം ഉറപ്പുവരുത്തണം. സാമൂഹ്യശാസ്ത്ര ലാബും അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ലാബും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ആസൂത്രണം നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. ഡിജിറ്റൽ വിഭവങ്ങൾ ഉപയോഗം തീരുമാനിക്കുമ്പോൾ അവയുടെ ലഭ്യതയും പ്രവർത്തനവും സാധ്യതയും മുൻകൂട്ടി പരിശോധിച്ച് ഉറപ്പുവരുത്തണം. അപ്പം നമ്മൾ ഒരു ഡിജിറ്റൽ വിഭവത്തിന്റെ ഉപയോഗം തീരുമാനിക്കുമ്പോൾ അവയുടെ ലഭ്യതയും പ്രവർത്തന സാധ്യതയും നമ്മൾ മുൻകൂട്ടി പരിശോധിച്ച് ഉറപ്പുവരുത്തണം. ICT ഉപയോഗിക്കുമ്പോൾ വെറും കാഴ്ചക്കാരാ മാത്രമായി വിദ്യാർത്ഥികൾ മാറരുത്. ഈ ഒരു ICT ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്, വെറും ഒരു കാഴ്ചക്കാരായിട്ട് എന്ത് ചെയ്യരുത്, വിദ്യാർത്ഥികൾ മാറരുത്. ചർച്ചയ്ക്കും വർക്ക് ഷീറ്റുകൾക്കുമുള്ള സാധ്യതകൾ നമ്മൾ എപ്പോഴും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കണം.
ഇന്റേൺഷിപ്പ് വിലയിരുത്തലിനെ കുറിച്ചാണ് ഇനി അടുത്ത കാര്യം. ഈ ഒരു കാര്യം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ അവസാനിച്ചു. സാമൂഹ്യ ശാസ്ത്രം വിദ്യാലയ അനുഭവ പരിപാടികളുടെ വിലയിരുത്തൽ മെന്റർ ടീച്ചറും ടീച്ചർ എഡ്യൂക്കേറ്ററും ചേർന്നാണ് നടത്തുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു വിദ്യാലയ അനുഭവ പരിപാടിയുടെ വിലയിരുത്തല് മെന്റർ ടീച്ചറും അതേപോലെ ടീച്ചർ എഡ്യൂക്കേറ്ററും ചേർന്നാണ് നടത്തുക. യഥാക്രമം 25%, 75% എന്ന അനുപാതത്തിലാണ് വിലയിരുത്തൽ സ്കോർ നൽകുന്നത്. അപ്പൊ 25% നമ്മുടെ മെന്റർ ടീച്ചർക്കും 75% ടീച്ചർ എഡ്യൂക്കേറ്റർക്കും എന്ന അനുപാതത്തിലാണ് നമ്മുടെ വിലയിരുത്തൽ സ്കോർ നൽകുന്നത്. സാമൂഹ്യശാസ്ത്ര വിഷയത്തിൽ 15 ക്ലാസും 20 സ്കോറുമാണ് നൽകിയിട്ടുള്ളത്. സാമൂഹ്യശാസ്ത്രത്തില് 15 ക്ലാസും 20 സ്കോറുമാണ് പാഠ്യപദ്ധതി അനുസരിച്ച് നൽകിയിട്ടുള്ളത്. C+ എങ്കിലും നേടുന്നവരാണ് വിജയകരമായി ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കിയതായി പരിഗണിക്കുക. അപ്പോൾ ഒരു C+ ഗ്രേഡെങ്കിലും നേടുന്ന ആളുകൾ മാത്രമാണ് ആ ഒരു ഇന്റേൺഷിപ്പ് പരിപൂർണമായി പൂർത്തിയാക്കിയതായിട്ട് പരിഗണിക്കുക. നമ്മൾ ഈ യൂണിറ്റിലൂടെ ചർച്ച ചെയ്തത് സ്കൂൾ അനുഭവ പരിപാടിയുടെ വിവിധ പ്രവർത്തനങ്ങളും അധ്യാപക വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട വിശദാംശങ്ങളുമാണ്. ഫലപ്രദമായി വിദ്യാലയ അനുഭവ പരിപാടികൾ പൂർത്തിയാക്കുന്നതിന് എല്ലാ പ്രവർത്തനങ്ങളിലും പ്രായോഗിക അനുഭവങ്ങൾ നേടുന്നു എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഇവിടെ തന്നിട്ടുണ്ട്. ഈ യൂണിറ്റിൽ ചർച്ച ചെയ്ത വിവിധ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വിശകലന നിരീക്ഷണ ക്ലാസിന്റെ ഒരു ടൂള് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ച് വേണം നിങ്ങൾ വിശകലന ക്ലാസ്സുകൾ നിരീക്ഷിക്കാൻ എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗത്തായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഏതെങ്കിലും ഒരു സെമസ്റ്ററിലെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പേപ്പർ ഞാൻ തന്നെ എടുക്കുന്നതായിരിക്കും. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.